ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് കക്ഷി ചേരാനുള്ള അതിജീവിതയുടെ അപേക്ഷയും സിംഗിൾ ബെഞ്ച് പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് SITയും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനായി അവധി കഴിഞ്ഞതിന് ശേഷം മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒരുപാട് ദിവസം കിട്ടി. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരുപാട് ദിവസം ഒളിവിലായിരുന്നു. അതിനുശേഷം പൊങ്ങിയതാണ്. എന്തായാലും ആദ്യ കേസിലാണിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. രണ്ടാമത്തെ കേസിൽ താൽക്കാലിക ആശ്വാസം ഉണ്ട്. ഇന്ന് എപ്പോഴാണ് കേസ് പരിഗണിക്കുക? 11 മണിയോടെ കോടതി നടപടികൾ ആരംഭിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SIT രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ കേസിൽ നേരത്തെ തിരുവനന്തപുരം സ്പെഷ്യൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ ആവശ്യം, മുൻകൂർ ജാമ്യം എന്നുള്ള ആവശ്യം തള്ളിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ആ കേസാണ് ഇന്ന് പരിഗണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അതിജീവിത നൽകിയിരിക്കുന്ന ഇതിൽ കക്ഷി ചേരാനുള്ള ആവശ്യം കൂടി ഇന്ന് പരിഗണിക്കുമെന്നുള്ളതാണ്. മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് അതിജീവിത ഇക്കാര്യത്തിൽ ഈ കക്ഷി ചേരുന്നുണ്ട്. അതിൻ്റെ ആവശ്യവും ഇന്ന് കോടതി പരിഗണിക്കും. ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചാണ് ഇത്തവണ ഈ ആവശ്യം പരിഗണിക്കുന്നത്. നമുക്കറിയാം, രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിക്കുകയും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു കോടതി നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിനം വോട്ട് ചെയ്യാനെത്തുകയും മറ്റ് സജീവമായി മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെടുകയും എല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ഹൈക്കോടതി. ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. നമുക്കറിയാം, ഏറെ വിവാദമായിട്ടുള്ളൊരു സംഭവ വികാസങ്ങളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ കീഴ്മേൽ മറിക്കുന്ന സംഭവ വികാസങ്ങളുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അടുത്തിടെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ രാഹുൽ ഈശ്വറിനെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ള രാഹുൽ ഈശ്വർ ജയിൽ വാസത്തിന് ശേഷം തിരിച്ചിറങ്ങിയിരുന്നു. അത് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് വീണ്ടും രാഹുൽ ഈശ്വർ രംഗത്തെത്തിയെന്നടക്കമുള്ള പരാതിയുമായി കഴിഞ്ഞ ദിവസമാണ് അതിജീവിത രംഗത്തെത്തിയിരുന്നത്. അത് ഈ കേസുമായി ഇപ്പോൾ ഏറ്റവും അടുത്തിടെ ഉണ്ടായ ഒരു സംഭവ വികാസമാണ്. ഏതായാലും ഇപ്പോൾ ഇന്ന് 11 മണിയോടുകൂടി കോടതി നടപടികൾ ആരംഭിക്കുകയും ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SIT രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ സമാന കേസിൽ ഉണ്ടായ വിധിയിൽ മുൻകൂർ ജാമ്യം ലഭിച്ചുകൊണ്ടുള്ള ഒരു സമാന വിധി തന്നെയാണോ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക? അതല്ല മറ്റെന്തെങ്കിലും നടപടിയിലേക്ക് കോടതി നീങ്ങുമോ എന്നുള്ളത് നമുക്ക് ഏതാണ്ട് 11 മണിയോടെ അറിയാൻ കഴിയും. ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് SIT രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ കേസിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയാണ് പരിഗണിക്കുന്നത്. തിരുവനന്തപുരം സ്പെഷ്യൽ സെഷൻസ് കോടതിയുടെ തള്ളിയ മുൻകൂർ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് മുന്നിലേക്ക് എത്തുക. ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് കോടതി പരിഗണിക്കും.